ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്മീൻ കറിയാണ്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ തക്കാളിയുടെ സീസൺ ആണല്ലോ. നല്ല പുളിയുള്ള തക്കാളി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ തക്കാളി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ മീൻകറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നെയ്മീൻ തക്കാളിക്കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ നെയ്മീൻ വൃത്തിയായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില നാട്ടിലൊക്കെ ഐക്കൂറ എന്ന് ഈ മീനിനെ പറയാറുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല പുളിയുള്ള 4 തക്കാളിയാണ്. വലിയ 4 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കണം. പിന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ അളവിൽ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലേക്കാക്കി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കാരണം തക്കാളിയുടെ ആ പച്ച മണമൊക്കെ മാറി നല്ലതുപോലെ വെന്ത് വരണം. തക്കാളി നന്നായിട്ട് വെന്ത് വഴന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടണം. അതുവരെ നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് സമയം കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി വലിയ പീസൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞ് വരുമ്പോഴേ ഈ കറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടുകയുള്ളൂ. നെയ്മീൻ കൊണ്ട് പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇതിനു മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത് കാണാത്തവർക്കായിട്ട് ആ വീഡിയോകളുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ഇളക്കി നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കറി വെന്ത് വരുമ്പോഴേക്കും കുറുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വയ്ക്കാം. 1/4 കപ്പ് അളവിൽ വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഈ കറി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്കാക്കി കൊടുക്കാം. 2 മിനിറ്റ് സമയം കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നെയ്മീൻ അധികം വേവില്ലാത്തത് കൊണ്ടാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണല്ലോ നെയ്മീൻ. അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. മീനിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് 3-4 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ്. ഞാനിത് അടച്ചു വെക്കുകയാണ്. 4 മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ നെയ്മീൻ കറിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണമെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ രുചികരമായ നെയ്മീൻ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയും നെയ്മീനും ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉറപ്പായും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.